നമസ്കാരം. ചേർത്തല സ്വദേശിനി ഐഷ എന്ന ഹൈറുമ്മ കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ സെബാസ്റ്റ്യനുമായി പോലീസ് നടത്തിയ തെളിവെടുപ്പ് നിർണായകം. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. പരിചയക്കാരിയായ സ്ത്രീയെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തെങ്കിലും മുമ്പ് നൽകിയ മൊഴിയും ഇപ്പോൾ നൽകുന്ന മൊഴിയും വ്യത്യസ്തമാണെന്ന് കണ്ടെത്തിയതിനാൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. കേസിൽ സെബാസ്റ്റ്യനൊപ്പം സംശയനിഴലിലായിരുന്ന ഐഷയുടെ അയൽക്കാരിയും സെബാസ്റ്റ്യന്റെ കൂട്ടുകാരിയുമായ സ്ത്രീയെ പോലീസ് വ്യാഴാഴ്ച 5 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഇവർ മാസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതേസമയം ഐഷയെ കൊലപ്പെടുത്തിയതാണെന്നതടക്കം നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ ഐഷയുടെ അയൽക്കാരുടെ രഹസ്യമൊഴിയും കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് മുന്നിലാണ് മൊഴിയെടുത്തത്. പോലീസിന്റെ നിഗമനങ്ങളും കണ്ടെത്തലുകളും ശരിയെന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലാണ് അവർ നടത്തിയത്. സെബാസ്റ്റ്യന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഇയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തെളിവെടുക്കും. 2012 മെയ് 13 ഐഷ കൊല്ലപ്പെട്ടതായിട്ടാണ് പോലീസ് നിഗമനം. ഐഷയുമായി സൗഹൃദത്തിലായിരുന്ന സെബാസ്റ്റ്യൻ ഇവരിൽ നിന്ന് തന്ത്രപൂർവ്വം സ്വർണവും പണവും കൈപ്പറ്റിയിരുന്നു. ഐഷ ഇത് മടക്കി ചോദിച്ചതുള്ള വിരോധമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ, കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ എന്നിവരുടെ കൊലപാതകത്തിലും പ്രതിയാണ് സെബാസ്റ്റ്യൻ. 28 വരെയാണ് ഇയാളുടെ കസ്റ്റഡി കാലാവധി. സെബാസ്റ്റ്യനെ ഐഷ താമസിച്ചിരുന്ന വീട്ടിലും സെബാസ്റ്റ്യന്റെ പരിചയക്കാരിയായ സ്ത്രീയുടെ വീട്ടിലും എത്തിച്ച് തെളിവുകൾ ശേഖരിച്ചു. ഇന്നലെ രാവിലെ 11 തെളിവെടുപ്പ് നടത്തിയത്. സെബാസ്റ്റ്യൻ പരിചയക്കാരുടെ വീട്ടിൽ സ്ഥിരമായി വന്നിരുന്നുവെന്നും സമീപവാസികളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഐഷ കൊലപാതക കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ചേർത്തല സ്റ്റേഷൻ ഓഫീസർ ലൈസാദ് മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് സെബാസ്റ്റ്യനെ തെളിവെടുപ്പിന് കൊണ്ടുപോയത്. പരിചയക്കാരിയായ സ്ത്രീയുടെ വീട്ടിലേക്ക് സെബാസ്റ്റ്യൻ പോയിരുന്ന വഴികൾ സെബാസ്റ്റ്യൻ പോലീസിന് കാണിച്ചു കൊടുത്തു. പരിചയക്കാരിയെയും സെബാസ്റ്റ്യനെയും ഒരുമിച്ചിരുത്തിയെങ്കിലും സെബാസ്റ്റ്യനെ അറിയാമെന്നതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും പരിചയക്കാരി പറയുന്നില്ല. പരിചയക്കാരുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നുവെന്ന് സെബാസ്റ്റ്യനും സമ്മതിച്ചു. പരിചയക്കാരിയായ സ്ത്രീ മുഖേനയാണ് സെബാസ്റ്റ്യൻ സ്ഥലക്കച്ചവടം സംബന്ധിച്ച് ഐഷയെ പരിചയപ്പെടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെയും ചോദ്യം ചെയ്യും. വാരനാട് നിന്ന് 13 വർഷം മുൻപ് കാണാതായ റിട്ടയർഡ് ഗവൺമെന്റ് ജീവനക്കാരിയാണ് ഐഷ. സ്ഥലം വാങ്ങാൻ ഐഷ സ്വരുക്കൂട്ടി വെച്ചിരുന്ന പണവും സ്വർണവും ആവശ്യമുള്ള സമയത്ത് തിരിച്ചു തരാം എന്ന ഉറപ്പിൽ സെബാസ്റ്റ്യൻ വാങ്ങിയിരുന്നു. ഐഷ ഇത് തിരിച്ചു ചോദിച്ചപ്പോഴാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. തദ്ദേശ വകുപ്പ് ജീവനക്കാരിയായിരുന്ന ഐഷയെ 2012 മെയ് 13 കാണാതായത്. വൈകിട്ട് 5 ആലപ്പുഴയിലേക്ക് എന്ന് പറഞ്ഞ് വാരനാട്ടെ വീട്ടിൽ നിന്നിറങ്ങിയ ഐഷ തിരിച്ചെത്തിയില്ലെന്നാണ് പരാതി. അന്ന് തന്നെ സെബാസ്റ്റ്യൻ ഐഷയെ കൊലപ്പെടുത്തി മൃതദേഹം മറവ് ചെയ്തെന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഐഷയുടേതാണോ എന്ന് സംശയമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ഐഷയെ കാണാതായി ഒരാഴ്ചയ്ക്ക് ശേഷം മകന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായില്ലെന്ന് കാണിച്ച് 2012 ഒക്ടോബർ 16 കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു.